തൻ്റെ ഭാഷയെയും അതിൻ്റെ സാഹിത്യത്തെയും അങ്ങേയറ്റം സ്നേഹിച്ച എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. ആ സ്നേഹം കൊണ്ടാണ് MT ഭാഷാപിതാവിൻ്റെ പേരിൽ തുഞ്ചൻ പറമ്പിനെ നട്ടു വളർത്തിയത്. തുഞ്ചൻ പറമ്പിലെ ഓരോ മണത്തരിയും MTയുടെ ഓർമ്മകൾ പറയും നമ്മോട്. മലയാള ഭാഷാപിതാവിന് അനുയോജ്യമായ സ്മാരകമുണ്ടാക്കിയതിന് പിന്നിൽ MT ആണ്. കാവും പറമ്പും മാത്രമായിരുന്ന ഇവിടം ഇന്ന് കാണുന്ന തുഞ്ചൻ പറമ്പാക്കിയതിന് പിന്നിൽ MT എന്ന സംഘാടകനാണ്. ഡിസംബർ 12 MT വാസുദേവൻ നായർ തുഞ്ചൻ പറമ്പിന്റെ ഭാഗമാകുന്നത്. പിന്നീട് കണ്ടത് MT തുഞ്ചൻ പറമ്പിനെയും തന്റെ വീട് പോലെ കാണുന്ന കാഴ്ചയായിരുന്നു. തുടർച്ചയായ നവീകരണത്തിലൂടെ ഭാഷാപിതാവിന് അർഹിക്കുന്ന സ്മാരകമാക്കി തുഞ്ചൻ പറമ്പിനെ MT മാറ്റി. കെട്ടിടങ്ങൾ, സ്റ്റേജുകൾ, ലൈബ്രറി, മ്യൂസിയം, കോട്ടേജുകൾ എല്ലാം ഉയർന്നു. വിവിധ പദ്ധതികൾക്കായി മന്ത്രിമാരെ MT മാറി മാറി കണ്ടു. തനിക്ക് കിട്ടുന്ന പുരസ്കാരങ്ങളുടെ സമ്മാനത്തുകയും തുഞ്ചൻ പറമ്പിനായി MT മാറ്റിവെച്ചു. ആദ്യാക്ഷരം എഴുതാനെത്തുന്ന കുരുന്നുകളെ പരമാവധി MT തന്നെ എഴുത്തിനിരുത്തിയിരുന്നു. തുഞ്ചൻ പറമ്പിലെ ഓരോ ആഘോഷങ്ങളും കലയുടെയും സാഹിത്യത്തിൻ്റെയും സംഗമമാണ്. തുഞ്ചൻ പറമ്പിനായി എത്ര ചെയ്താലും മതി വരാത്ത MTക്ക് ചില ആഗ്രഹങ്ങൾ കൂടി ഉണ്ടായിരുന്നു. മ്യൂസിയവും ലൈബ്രറിയും ഡിജിറ്റലാക്കണമെന്ന് MT പറയുമായിരുന്നു. ഭാഷ ഉണ്ടായതു മുതൽ ഇതുവരെയുള്ള മാറ്റങ്ങളും മുഴുവൻ സാഹിത്യകാരന്മാരുടെ വിവരങ്ങളും ഡിജിറ്റലാക്കണം എന്നായിരുന്നു MTയുടെ ആഗ്രഹം. തുഞ്ചൻ പറമ്പിൽ ഒരു വായനാമുറിയും ഉണ്ടാക്കണമെന്നത് MTയുടെ ആഗ്രഹമായിരുന്നു. ആളുകൾ തുഞ്ചൻ പറമ്പിലേക്ക് വരുന്നത് കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമല്ല, MTയോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാൻ കൂടിയാണ്. MT തുഞ്ചൻ പറമ്പിൽ വന്നാൽ ഈ കോട്ടേജിലാണ് താമസിച്ചിരുന്നത്. ഇനി ഇവിടം അനാഥമാണ്. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ.